വിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ച്, വിളക്ക് യഥാർത്ഥത്തിൽ അത് ഹിന്ദു ആചാരത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ശിവൻ്റെയും പാർവതിയുടെയും സംഗമത്തിൻ്റെ ഒരു നിദർശനമാണ്. അതാണ് ഈ നിലവിളക്കെന്ന് പറയുന്നത്. അത് മതവിശ്വാസിയല്ലാത്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നത് തന്നെ ആ മതത്തിനാണ് അതിൻ്റെ ദോഷം, മുസ്ലിമിൻ്റെ മാത്രം കാര്യമല്ല അത്. അപ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങൾ കേരളത്തിൽ പൊതുവെ മതാചാരങ്ങൾ സർക്കാർ കാര്യങ്ങളിൽ കൊണ്ടുവരുന്നത് കുറവാണ്. കർണാടകയിലും മറ്റൊക്കെ ചെന്നാൽ ഓരോരുത്തരുടെ ഓഫീസിൽ അവൻ്റെ മതം ഉണ്ടാകും, അവരവരുടെ സർക്കാർ വണ്ടികളിലും അവരവരുടെ മതം ഉണ്ടാകും. അവിടെ സർക്കാർ കാര്യങ്ങളിൽ മതേതര സ്വഭാവമാണ് വേണ്ടത്. കേരളത്തിൽ അത് ഉണ്ടെന്നാണ്. കേരളത്തിൽ ഇല്ലയെന്ന് ഞാൻ പറയും. കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു നിലവിളക്കിൻ്റെ ഒരു വിഷയം മാത്രമേ ചിലപ്പോൾ, അതും വേറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ വിവാദമായിരുന്നു. കേരളത്തിൽ മതേതരമായൊരു ജീവിതശൈലിയാണ് പൊളിറ്റിക്സിൽ പൊതുവേ ഉള്ളത്. മുസ്ലിം നിസ്കരിക്കാൻ പോകും, അത് രാഷ്ട്രീയമല്ലല്ലോ. ഹിന്ദു അമ്പലത്തിൽ പോകുന്നവർ, അത് അവരുടെ മതമാണത്. അതിന് കേരളത്തില് 30% ഏകദേശം വരുമല്ലോ ജനസംഖ്യ, പുതിയ വന്നിട്ടില്ലെങ്കിലും കണക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ കേരളത്തില് എങ്കിലും ഈ ഇസ്ലാമിനെ കുറിച്ച് അടിസ്ഥാനപരമായ ധാരണ തിരുത്തണം, പൊതുസമൂഹത്തിനുള്ള ധാരണ. ഇപ്പം കഴിഞ്ഞ പെരുന്നാളിൽ റംസാൻ ആശംസകൾ വലിയ നേതാവ് പറഞ്ഞു. ഇത്തരം വളരെ എലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. അത് പഠിക്കണം എന്നുള്ള ഒരു ബോധം ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നാട്ടിലുള്ള മതങ്ങളെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും അവരുപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചും മറ്റൊക്കെയുള്ള ഒരറിവ് നമുക്ക് ഉണ്ടാകണം. പ്രത്യേകിച്ച് പത്രക്കാർക്കും പൊതുപ്രഭാഷകർക്കും പ്രവർത്തകർക്കൊക്കെ എന്തായാലും അതുണ്ടാവണം. അത് വലിയ കാര്യം തന്നെയാണ്. അത് കൾച്ചർ എന്ന് പറയുന്നത് ഒരു മതത്തിന് വിവിധ നാടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള രീതിയാണ് മുസ്ലിങ്ങൾ എപ്പോഴും പിന്തുടർന്നത്. എന്ന് വെച്ചിട്ട് മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളെ മുസ്ലിങ്ങൾ എടുക്കില്ല, മുസ്ലിം മതാചാരങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കില്ല. കൾച്ചറൽ പ്രോഗ്രാമുകളിലാണ് മിംഗ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണല്ലോ ഈ ക്രിസ്മസും ഓണവും പെരുന്നാളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ. ബലിയർപ്പിക്കാൻ ബലിപെരുന്നാളിന് കുർബാനി ചെയ്യിക്കുന്നത് ഹിന്ദുക്കളെ കൊണ്ട് ചെയ്യിക്കണം, അവരും പോത്തിനറക്കട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കൊണ്ടും ചെയ്യിക്കണം എന്ന് പറയുന്നൊരാശയത്തോട് നമുക്ക് യോജിപ്പില്ല. ക്രിസ്മസ് ക്രിസ്ത്യാനി നടത്തുക, ക്രിസ്മസിനനുബന്ധിച്ച് ഒരു സ്കൂളിൽ ഒരു സദ്യ ഉണ്ടാക്കിയാൽ അതല്ല. ക്രിസ്മസ് എന്ന് പറയുന്ന അവരുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അതവർക്കുള്ളതാണ്. ഓണവുമായി ബന്ധപ്പെട്ട് അത് എറണാകുളം എവിടെ നിന്നാണ് ഓണം ഉണ്ടായെന്ന് പറഞ്ഞാൽ തൃക്കാക്കര അമ്പലം. അത് ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ അയൽവാസികളൊക്കെ നടത്താറുണ്ട്. നായന്മാരുണ്ട്, അതുപോലെ മറ്റു മതക്കാർ, താഴ്ന്ന ജാതിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ നടത്താറുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം വീടുകളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കുന്നത് അവർ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കിടയിലുള്ള അകൽച്ച ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ കാര്യം. ഈ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒരു സമയത്ത് വന്നു. അതുപോലെ ഹലാൽ റെസ്റ്റോറൻറ്റ്സിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയും വന്നു. അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയ അജണ്ടയും ഉണ്ട്. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? അതൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ എന്താണ് ഹലാൽ എന്നെല്ലാവരും ഒന്ന് ചോദിക്കും, പഠിക്കും. ഓ ഹലാൽ ഇതാണല്ലേ, കുഴപ്പമില്ല എന്ന് പറയും. ഇങ്ങനൊരു വിവാദം ഉണ്ടായിട്ടില്ലെങ്കിൽ ആരാണ് ഇതിനെക്കുറിച്ച് പഠിക്കുക? എവിടെയാണോ വിവാദം ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് എന്നാൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സമയം നോക്കിയാൽ ബാബരി മസ്ജിദ് തകർത്ത വർഷമാണ്. അതുപോലെ ഡെൻമാർക്കിൽ ഈ കാരിക്കേച്ചർ ഉണ്ടാക്കിയ സമയത്താണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്. റീസെൻ്റ്ലി ഇപ്പം ഞാൻ പറയുന്നത് ഈ ഗാസയിൽ പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം യൂറോപ്പിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. അങ്ങനെ എന്താണ് ഈ ഭീകരമായ ഈ സാധനം
എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വിവാദങ്ങളുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും പ്രത്യേകമായ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിവിടെ ബജറ്റ് ഇല്ലാത്തത് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. ബജറ്റിൻ്റെ കുറവാണെന്നും അറിയില്ല. കർണാടക മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ വഖഫ് ബോർഡ് ഒക്കെ യഥേഷ്ടം ഫണ്ടുകൾ അനുവദിക്കുകയും ധാരാളമായ വികസനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇനി ഏത് ഗവൺമെൻറ് ആയാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല. ഗവൺമെൻറ്റിന് ലീഗ് ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ? ലീഗ് ഭരിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആന്ധ്രാപ്രദേശിൽ 11% മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് ഗവൺമെൻറ് ജോബിൽ 10% മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. കേരളത്തിൽ 30% മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയും ഇല്ല. ലീഗ് കൊണ്ട് അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു നേട്ടമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ സമസ്ത ഉണ്ടാക്കിയതാണല്ലോ. അതുപോലെ MES പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയതാണല്ലോ. ലീഗ് ഭരിച്ചതുകൊണ്ട് എന്താ പ്രത്യേകിച്ചുണ്ടായിരുന്നു? പക്ഷേ തുടങ്ങിയ കാലത്ത്, ആദ്യകാലത്തൊക്കെ ഒരു സാമുദായിക പാർട്ടി എന്ന നിലക്ക് ലീഗ് നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ലീഗാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ പരന്നുപോയത്. മതസംഘടനകൾക്ക് ഈ രാഷ്ട്രീയ സ്ഥാനങ്ങളുടെ അടിമയാവേണ്ടതില്ല എന്നൊരു ഡിക്ലറേഷനാണല്ലോ 89 ഈ പിളർന്നുണ്ടായത്. അപ്പം അതിനുശേഷം സ്വന്തമായ ഒരു അസ്തിത്വം ഉണ്ടായിരുന്നുണ്ട്. അപ്പം മറുവിഭാഗത്തിലെ ലീഗിനെ ആശ്രയിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, അപ്പം അത് പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, റിസർവേഷൻ ഉണ്ടാവും. എങ്കിലും VK സമസ്തയുടെ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണം ഈ രാഷ്ട്രീയ വിധേയത്വമാണോ, എന്താണ് അതിന് കാരണം? അത് കൂടുതൽ പഠിക്കേണ്ടതാണ് ആവശ്യം. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഒരു നേരത്തെ കൊടുത്തതുപോലുള്ളൊരു ഇമ്പോർട്ടൻസ് EK സമസ്തക്ക് കൊടുക്കാത്തതാണോ, അല്ലെങ്കിൽ EK സമസ്ത ഒന്നുകൂടെ സ്വതന്ത്രമായി നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയതാണോ എന്നുള്ളൊരു കാര്യമാണ് അതിൽ പരിശോധിക്കേണ്ടത്. എന്തായിരുന്നാലും മതസംഘടനകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വന്തം വാലാകുന്ന രീതി നല്ലതല്ല. പലരും ചർച്ചയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് 89 കാന്തപുരം എടുത്ത നിലപാടായിരുന്നു ശരി എന്ന് ഈ കാലഘട്ടം തെളിയിക്കുന്നു എന്നൊക്കെയാണ്. അതിന് സോഷ്യൽ മീഡിയക്കാരല്ലാത്ത മീഡിയക്കാരും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയട്ടെ. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിന്റെ ഒരു തുടർ ചോദ്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ മലബാറിന് പുറത്തുള്ളവർക്ക് സമസ്ത എന്നൊരു വാക്കൊക്കെ നമ്മൾ വളരെ അടുത്താണ് കേട്ടു തുടങ്ങിയത്, ചർച്ചകളിൽ വന്നു തുടങ്ങിയത്. അതും ഇപ്പോൾ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ സമസ്തയ്ക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും വളരെ അടുത്ത കാലത്താണ്. ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വന്തം വ്യക്തിത്വത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സംഘടന തന്നെയല്ലേ സമസ്ത? തീർച്ചയായും സമസ്ത സ്വന്തമായി തന്നെ നിൽക്കേണ്ടത്. കാരണം അത് പണ്ഡിതന്മാരാണ്. മതത്തിൻ്റെ ആധികാരികമായ ശബ്ദം പണ്ഡിതന്മാരുടേതാണ്. അതവർ തന്നെയാണ് പറയേണ്ടത്. അതിൻ്റെ കീഴിലാണ് മറ്റെല്ലാ സംഘടനകളും വരുന്നത്. ഇനി മുസ്ലിം ലീഗും സമസ്തയും ഒന്നാണെന്നുള്ളൊരു രീതിയിൽ പ്രവർത്തനവും ചിന്താഗതിയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? അല്ല, അത് പഴയ കാലത്ത് മുസ്ലിം ലീഗിൽ കൂടുതലും സുന്നികൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഈ സമസ്തയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമായതുകൊണ്ടോ ഒക്കെ അങ്ങനെ വളർന്നു വന്നൊരു കാര്യമായിരിക്കാം. അധ്യക്ഷ സ്ഥാനത്തൊക്കെ സുന്നികൾ തന്നെയാണല്ലോ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ലീഗിൽ. അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ട്, സുന്നി അല്ലാത്തവരുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗില് നേതൃത്വത്തിലോ അണികളിലൊക്കെ ഈ വഹാബി സ്വാധീനം എത്രത്തോളം ഉണ്ട്, അതാണൊരു ഘടകം എന്ന് പറയുന്നത് ശരിയാണോ? വഹാബികൾ പണ്ടേ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഏത് നാട്ടിലും അവർ രാഷ്ട്രീയത്തിൽ കയറി കൂടാൻ വേണ്ടി നന്നായി ശ്രമിക്കും. സൗദി അറേബ്യയിലും അത് തന്നെയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും സുന്നി സമൂഹം പൊതുവെ പഴയ കാലത്ത് അത്തരം വിഷയങ്ങളിലേക്കൊന്നും തീരെ കടന്നു വരില്ല. അവരവരുടെ മതവും ദീനും കൃഷിയും അതുമായി മാത്രം നിൽക്കുമായിരുന്നു.
എന്നാൽ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ നല്ല ഇൻവോൾവ്മെൻറ്റ് ഇൻ്റർഫിയറൻസ് നടത്താൻ തുടങ്ങി സുന്നി സംഘടനകൾ. കക്ഷി രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമുണ്ട് എന്ന അവസ്ഥയിലേക്ക് വന്നു. അതിനതിൻ്റേതായ നേട്ടവും ഉണ്ടായിട്ടുണ്ട്, സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ഈ കെ സമസ്തയെ നമ്മൾ ലീഗുമായിട്ട് നമ്മളൊന്നും ചേർത്ത് പറയുമ്പോൾ AP സമസ്തയെ ഒരു പരിധിവരെ ചിലരൊക്കെ അരിവാൾ സുന്നികളെന്ന് വരെ പറയുന്ന അവസ്ഥകൾ പലതും പറയാറുണ്ട്. കോൺഗ്രസ് സുന്നികളെന്നും പറയാറുണ്ട്, ചില സമയത്ത് BJP ആയിട്ട് അതും ചേർത്ത് പറയാറുണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ മനസ്സിലായി, ഒന്നിനോടും ചേർക്കണ്ട എന്നുള്ള മനസ്സിലായല്ലോ. അതെ, അത് ഏതിനോടെങ്കിലും ആഭിമുഖ്യം ഉണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഏതെങ്കിലും ഒന്നിനുണ്ടെങ്കിലും മാറ്റി പറയൂലത്. ഇതിങ്ങനെ ഓരോ സമയത്ത് മാറ്റി മാറ്റി പറയുന്നത് തന്നെ ഇവർക്ക് അങ്ങനെ പ്രത്യേക ആരോടും ഇല്ല എന്നതിൻ്റെ ഒരു അടയാളമാണത്. പക്ഷേ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഉള്ളത് നല്ലതല്ലേ? റെപ്രസെൻറ്റേഷനുണ്ട്, കൊടുക്കുന്നു എന്നതിന് അപ്പുറം അത് പിന്തുണ കിട്ടുന്നവർക്കറിയാം ഞങ്ങൾക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് ഓരോ സമയത്ത്. അങ്ങനെ സീക്രട്ടായിട്ട് ചെയ്യേണ്ട കാര്യമാണോ ഈ രാഷ്ട്രീയ? അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരിലൊക്കെ ഈ കക്ഷി രാഷ്ട്രീയമായ താല്പര്യങ്ങളും സ്ഥാനമോഹങ്ങളൊക്കെ വർദ്ധിക്കുകയും അവരുടെ മനസ്സ് ശുദ്ധിയില്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളോ ഒന്നുമില്ല. നമ്മൾ പരിമിതമായ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്നു, പൊതുവായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിന്തുണയ്ക്കുന്നു എന്നതിലൊതുങ്ങി നിൽക്കും. അപ്പൊ ഈ തീരുമാനങ്ങളൊക്കെ താഴെ തട്ടിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും? ഇല്ലെങ്കിൽ നല്ല നെറ്റ്വർക്ക്, സംഘടനാ നെറ്റ്വർക്ക് അതല്ലേ. ഇപ്പോൾ SYS 2 ലക്ഷം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ SYS ഇന്നൊരു തീരുമാനം എടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് 10 മിനിറ്റ് കൊണ്ട് എത്തും. പഴയ കാലത്താണ് 3 ദിവസം കൊണ്ട് യൂണിറ്റിലെത്തുക വരും. വ്യക്തമായ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ 49,000 ഓഫീസ് ബെയറേഴ്സിൻ്റെ SYS മാത്രം. അപ്പോൾ അവരാഴ്ചയിൽ മീറ്റിംഗ് ചേരുന്നുണ്ട്.